പാപ്പച്ചൻ വൈകിട്ട് കുർബാനയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ ഇത്തിരി വെള്ളം കിടപ്പുണ്ടായിരുന്നു. അതിൽ ചവിട്ടി ഒന്ന് സ്ലിപ്പ് ചെയ്തു, തെന്നി പാപ്പച്ചൻ വീണു. വലിയ വീഴ്ചയായിരുന്നില്ല, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞങ്ങ് വീണതേ ഉള്ളൂ. ആ വീഴ്ചയിൽ പാപ്പച്ചൻ്റെ കാലിൽ ചെറിയ തൊലി പോയി, മുണ്ടിലും ഷർട്ടിലുമൊക്കെ ചെളി പറ്റി. ആ കിടന്ന കിടപ്പിൽ പാപ്പച്ചൻ ദൈവത്തോട് കോപിച്ച് സംസാരിച്ചു. പള്ളിയിൽ പോകുന്ന എന്നെയും നീ വീഴ്ത്തിയല്ലോ. എല്ലാവരെയും ശകാരിച്ച് കോപിച്ച് പാപ്പച്ചൻ ആ കിടപ്പിൽ പാപ്പച്ചൻ്റെ നോട്ടം ചെന്ന് വീണത് ആ തലയുടെ ഭാഗത്തായിട്ടുള്ള ഒരു ചെടിച്ചട്ടിയിലാണ്. മുകളിൽ നോക്കിയാൽ ചെടിച്ചട്ടിയുടെ താഴെ കാണാൻ പറ്റാത്ത വിധത്തിൽ അല്പം വലിയ ചെടിയാണ് അതിൽ ഉണ്ടായിരുന്നത്. ആ വീണ് കിടന്നപ്പോൾ ചെടിച്ചട്ടിയുടെ ആ താഴെ അതിൻ്റെ വേരിൻ്റെ ഭാഗത്ത് ആ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ കാണാനായിട്ട് പാപ്പച്ചന് പറ്റി. അതുവരെ ദൈവത്തെ കോപിച്ച് ശകാരിച്ച് എല്ലാവരെയും ശകാരിച്ചും കോപിച്ചും കിടന്നിരുന്ന പാപ്പച്ചൻ്റെ മുഖത്ത് വലിയ സന്തോഷം ആ ചെടിച്ചട്ടിയുടെ അടിഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ തൻ്റെ വീട് കീഴ്മേൽ മറിച്ച് ഒരുപാട് തപ്പിയിട്ട് കിട്ടാതിരുന്ന തൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അലമാരിയുടെ താക്കോല്, ഡോക്യുമെൻസും പൈസയും സ്വർണവും ഒക്കെ ഇരിക്കുന്ന ആ അലമാരിയുടെ താക്കോല് ദാണ്ട കിടക്കുന്നു ആ ചെടിച്ചട്ടിയുടെ താഴെ. അതുവരെ ദൈവത്തോട് കോപിച്ച പാപ്പച്ചൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ താക്കോലും എടുത്ത് എഴുന്നേറ്റു, ചെളിയൊക്കെ തട്ടിക്കളഞ്ഞ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകൾ ഉണ്ടാകുന്ന മനുഷ്യരാണ്. രോഗത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധങ്ങളിലെ ചില മുറിവുകളുടെ പേരിൽ, സാമ്പത്തിക പ്രതിസന്ധികളുടെ പേരിൽ, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന മനുഷ്യരാണ് നമ്മൾ. അതിൻ്റെ പേരിൽ ഒരുപാട് ദുഃഖിക്കുന്ന മനുഷ്യരാണ്. നമുക്ക് ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ദൈവത്തെ ശകാരിച്ച് ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ ചോദിക്കേണ്ടുന്ന ചോദ്യം, ദൈവമേ എനിക്ക് നഷ്ടപ്പെട്ട എന്ത് തിരികെ കണ്ടെത്താൻ വേണ്ടിയാണ് നീ എനിക്ക് ഈ ദുഃഖത്തിൻ്റെ പ്രതിസന്ധിയുടെ അവസരം ഒരുക്കിയിരിക്കുന്നത് എന്ന് ധ്യാനപൂർവം ചോദിക്കാൻ, നമ്മളോട് തന്നെ ചോദിക്കാൻ, അത് കണ്ടെത്താനുള്ള മനസ്സോടുകൂടി ആ ദുഃഖത്തിൻ്റെ സമയത്തിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പലതും കണ്ടെത്താൻ ദൈവം നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയുന്നത്, ഈശോ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖം സന്തോഷമായിട്ട് മാറും.